This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം തികയുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വേറിട്ട മാതൃകയായി മാറുകയാണ് തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം. കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി നാടിന്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കൈത്താങ്ങായി മാറുന്ന സ്നേഹ സംഘമായി ഈ കൂട്ടായ്മ ഇതിനോടകം പേരെടുത്തു കഴിഞ്ഞു. സംഘത്തിന്റെ പ്രഥമ വാർഷികാഘോഷം ഏപ്രിൽ 5 ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ നടക്കും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി രോഗികൾക്ക് ചികിത്സ സഹായം എത്തിക്കാൻ സംഘത്തിന് സാധിച്ചു. നിരവധി കുടുംബങ്ങളെ സഹായിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്കൊരു ആശ്വാസമേകാൻ ഈ കൂട്ടായ്മ എന്നും മുന്നിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഗ്രാമശ്രീ തൊള്ളത്തുവയൽ അതിൻ്റെ 1ാം വാർഷികാഘോഷ വേളയിലാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നാം എല്ലാവരും. 2025 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ തൊള്ളത്തുവയലിൽ ഒരു പുതുചരിത്രം പിറക്കുകയാണുണ്ടായത്. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ തൊള്ളത്തുവയൽ എന്ന് പറയുന്ന ഗ്രാമീണ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പര്യായമായ തൊള്ളത്തുവയലിലേക്ക് ഗ്രാമശ്രീ എന്ന് പറഞ്ഞ് ജാതി മത കക്ഷി രാഷ്ട്രീയ പ്രായഭേദമന്യേയുള്ള ഒരേ മനസ്സോടുകൂടിയും ഒരേ ചിന്താഗതിയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു 38 പേരുടെ ഒരു കൂട്ടായ്മയ്ക്ക് അന്നത്തെ ദിവസം രൂപം കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ പ്രസക്തിയും അതിൻ്റെ ഫലപ്രാപ്തിയും എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞായറാഴ്ചകളിൽ ഒന്ന് ഇരിക്കുവാനും ഒന്ന് സ്നേഹം പങ്കിടുവാനും വേണ്ടി മാത്രം ഒരു ഉദ്ദേശ ലക്ഷ്യവും ഇല്ലാതെ ആരംഭിച്ചൊരു സംഘടന ഇന്ന് കണ്ണൂർ ജില്ലയിലെ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തന മണ്ഡലം മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, മകം വിജയേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗബാധിതനായ ഒരു വ്യക്തിക്ക് ആകസ്മികമായി നമുക്ക് കിട്ടിയ ഒരു ലെറ്ററിലൂടെ ഒരു കാരുണ്യ ധനസഹായ വിതരണ രംഗത്തിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സാഹചര്യമായിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നിരവധിയായിട്ട് അശരണരായിട്ടുള്ള, നിർധനരായിട്ടുള്ള, രോഗം വന്ന് ബുദ്ധിമുട്ടിലായ വ്യക്തിത്വങ്ങളെ സഹായിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങാകുവാനും നമുക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസപരമായ മേഖലകളിൽ സജീവമായ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ഗ്രാമശ്രീക്ക് ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ പങ്കെടുക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ നാം അഭിമാനം കൊള്ളുകയാണ്. 38 പേരുടെ ഒരു കൂട്ടായ്മ ഒരുപക്ഷെ നാട്ടിൻപുറങ്ങളിൽ നിന്നും മറ്റ് നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൊള്ളത്തുവയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതി മത കക്ഷി എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള വ്യക്തികളെയും അതുപോലെ തന്നെ പ്രായഭേദമന്യേ, ജാതിഭേദ പ്രായഭേദമന്യേ നമ്മൾ ഈ ഒരു സംഘടനയിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹവും ഐക്യവും ഒക്കെ നമുക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാനും അവരുടെ കുടുംബത്തോടൊപ്പം തന്നെ നമുക്ക് അത് ആഘോഷിക്കുവാനും വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ഒരു വർഷക്കാലം ഏകദേശം 365 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ പുതിയ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ 1ാം വാർഷികം ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി വിപുലമായ പരിപാടികളോടുകൂടി തൊള്ളത്തുവയൽ നാട്ടിലെ നമ്മൾ ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ശിങ്കാരിമേള മത്സരം, അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ സന്തോഷ് കീഴാറ്റൂർ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ബാബു സാർ നമ്മുടെ സാംസ്കാരിക പ്രഭാഷണ വേദിയിൽ മാറ്റുകൂട്ടുവാൻ വേണ്ടി എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ചെറുപുഴ, ആലക്കോട്, പെരിങ്ങോം, കുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നിർധനരായ 4 കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ മേഖലയിലെ കൈത്താങ്ങാകുവാൻ വേണ്ടിയിട്ടും ആ ഒരു ദിവസം നമ്മൾ മുന്നേറുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഗ്രാമശ്രീ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും നമ്മൾക്ക് 3 അക്ഷരമാണുള്ളത്. ജനനമായിക്കോട്ടെ, നമ്മുടെ സൗഹൃദമായിക്കോട്ടെ, നമ്മുടെ സംരംഭമായിക്കോട്ടെ, നമ്മുടെ മരണമായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് സ്നേഹമായിക്കോട്ടെ, അതുപോലെയൊക്കെ എല്ലാം ഒരു 3 അക്ഷരമാണുള്ളത്. ആ ഒരു 3 അക്ഷരത്തെ ഗ്രാമശ്രീ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി കൂട്ടുചേർക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതിൻ്റെ ഉദാത്തമായ ഒരു തെളിവാണ് ഗ്രാമശ്രീ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു വാർഷിക വേളയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം, ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില. പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം, ചെറുപുഴ. ഫോൺ 9961 451671.